Hello. Welcome to market discussion of the day. Today, May 4th, 2026, Monday ആണ്. പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ വളരെ ബിഗിനർ ലെവലിൽ ഒരു ബേസിക്സ് പറഞ്ഞു തരുന്നൊരു ക്ലാസ്സസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഒരു അഡ്വാൻസ് ലെവലിലെ കോഴ്സൊന്നുമല്ല. സോ എന്താ പറയുക, 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് ഉള്ളത്. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് നേരെ നമ്മുടെ ഫണ്ടമെൻ്റൽസ് ഈ ആഴ്ചത്തെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ എന്നുള്ള കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് എന്താ പറയുക, ബേസിക്കലി പല സ്ഥലങ്ങളിലും ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്. ഓക്കെ, ജപ്പാനിൽ ബാങ്ക് ഹോളിഡേ ആണ്. UK GBPന് ബാങ്ക് ഹോളിഡേ ആണ്. ഓക്കെ, സോ അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ബാങ്ക് ഹോളിഡേ ആയിട്ടുള്ള ദിവസമാണ്. സോ ബേസിക്കലി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണാനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ചെറിയ എന്താ പറയുക, ഒരു മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറി ഓർഡേഴ്സ് പോലത്തുള്ള ന്യൂസുകൾ US നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂറോ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. 10:20 രാത്രി 10:20 FOMC മെമ്പറിൻ്റെ സ്പീച്ചുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഭയങ്കരമായി കൺസിഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നാളത്തെ ന്യൂസ് നോക്കി. നാളെ വീണ്ടും ജാപ്പനീസ് യെന്നിൽ നമുക്ക് ഹോളിഡേ ആണ്. സോ ജാപ്പനീസ് യെന്നിൽ ഹോളിഡേ ആവുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. കാരണം ഒറ്റ സിംഗിൾ ക്യാൻഡിലൊക്കെ പെട്ടെന്ന് വലിയ മൂവ്മെൻ്റൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാനിലൊരു ലോങ് വീക്കെൻഡ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. 160.7 നിന്ന് ഒറ്റയടിക്ക് 155 കഴിഞ്ഞ ആഴ്ച, അതായത് 3 വർഷത്തെ ഏറ്റവും വലിയ മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച ജാപ്പനീസ് യെന്നിലുണ്ടായത്. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിട്ട് ഉണ്ടായതല്ലേ. സോ അതൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം. ഓക്കെ, സോ എനിവേയ്സ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് നാളെ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:15 നമുക്ക് ഫൈനൽ സർവീസ് PMI ഉണ്ട്, ISM സർവീസ് PMI ഉണ്ട്, ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസുണ്ട് 7:30, ന്യൂ ഹോം സെയിൽസിൻ്റെ ന്യൂസുണ്ട്, അതിൻ്റെ കൂടെ FOMC മെമ്പർ സ്പീച്ചുണ്ട്. അപ്പം ഒരുപാട് ന്യൂസുകൾ നാളെ വൈകുന്നേരം 7:30 വരുന്നുണ്ട്. ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമല്ല, ഒരു മീഡിയം ഇമ്പോർട്ടൻസ്. ഈ ഒരു ന്യൂസിൻ്റെ സമയത്ത് മാറി നിൽക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ട്രേഡിനകത്ത് പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് നല്ലതായിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടണം. നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിലും ഡിഫൈൻ ചെയ്തിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഡിഫൈൻ ചെയ്യണം, കാരണം കുറേ ന്യൂസുകൾ ഒരുമിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അതേപോലെ മറ്റന്നാൾ നമുക്ക് ബുധനാഴ്ച എടുക്കുമ്പോൾ, ബുധനാഴ്ച നമുക്ക് എന്താണ് എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് അത് ന്യൂസിലൻഡിൽ നിന്നാണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് രാവിലെ വേറെ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വൈകുന്നേരം 5:45 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസുണ്ട്. 7 മണിക്ക് FOMC മെമ്പറിൻ്റെ സ്പീച്ചുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. പിന്നെ 8 മണിക്ക് എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, വ്യാഴാഴ്ച നമുക്ക് നോക്കാം. വ്യാഴാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും, GBP എന്ന് ചെറിയ ന്യൂസുകളൊക്കെ രാവിലെ 1:30 മണി 2 മണിക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ GBP 6:10 ഒരു ന്യൂസുണ്ട്. എന്നാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. FOMC മെമ്പറിൻ്റെ സ്പീച്ച് 11:35 രാത്രിയിൽ. ഓക്കെ, പക്ഷേ ഈ ആഴ്ചത്തെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്ന നോൺ ഫാം പേറോളാണ്. ഓക്കെ, സോ നോൺ ഫാം പേറോൾ അത് ഒരു കാരണവശാലും ട്രേഡിൽ നിന്ന് മാറി നിൽക്കേണ്ട ദിവസമാണ്. അറ്റ്ലീസ്റ്റ് വൈകുന്നേരം 4 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും മാറി നിൽക്കുക. ഓക്കെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:50 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചുണ്ട്. സോ അത് ബേസിക്കലി GBP ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നീട് ബാക്കിയെല്ലാം നമ്മുടെ US നിന്ന് വരുന്ന ന്യൂസാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇതിനകത്ത് നോൺ ഫാം പേറോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ന്യൂസാണ്. ഓക്കെ,
സോ ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച കഴിവതും മാറി നിൽക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. നമ്മൾ പൈസ പോകുന്നത് ഇതേപോലത്തുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ്. കാരണം നമ്മൾ സപ്പോസ് അങ്ങനെ ട്രേഡ് എടുത്ത് നമ്മൾ ലോസിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ലോസിനകത്ത് നിന്ന് തിരിച്ച് കയറുമായിരിക്കും എന്നുള്ളൊരു തോട്ടിനകത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാതെ ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാതെ ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ $100 ലോസ് ആയിരിക്കും. ഈ ന്യൂസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ $1000 ലോസ് ആയിരിക്കും. എന്തിനാണ് വെറുതെ നമ്മൾ ഈ പറയുന്ന ഈ റോങ് ട്രേഡൊക്കെ എടുത്ത് വെറുതെ നമുക്ക് പണി മേടിക്കുന്നത് അല്ലേ? സോ എനിവേസ് ഇതൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചത്തെ പൊളിറ്റിക്കൽ സൈഡ് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കെൻഡിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതിൽ എന്താ പറയുക, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് US മിലിറ്ററി ഓഫീഷ്യൽസ് എന്താ പറയുക ഡൊണാൾഡ് ട്രംപിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത മൂവ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇറാനെ ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, സോ അതിനകത്ത് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എന്താ പറയുക, ഒരു നേവൽ ബ്ലോക്കേഡ് ഉണ്ടാവും ഇറാനിൽ, സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ പ്രത്യേകിച്ച്, അൺടിൽ എ ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് ഈസ് റീച്ച്. ഒരു ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് റീച്ച് ആവാതെ അവർ നേവൽ ബ്ലോക്കേഡ് മാറില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ പറഞ്ഞതാണ്. ഇത് ഈ വട്ടം US-ൻ്റെ മിലിറ്ററി ഒഫീഷ്യൽസുമായിട്ടുള്ളൊരു ബ്രീഫിങ്ങിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ടഗ് ഓഫ് വാറിൽ നിൽക്കുകയാണ് ഗോൾഡ് എന്നുള്ള കാര്യം അല്ലേ? സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോകാം. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച FOMC ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. 3.75 നിന്ന് 3.75 തന്നെ ഒരു ചേഞ്ചും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ലോങ്ങർ ടേമിൽ ഹോക്കിഷ് ആയിരിക്കും എന്നുള്ളൊരു സൂചനയൊക്കെ ചെറുതായിട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ FOMC പ്രസിഡൻറ്റ് പവൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളൊരു കാര്യമാണ്. എങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും ഈ ഒരു വോർ നടക്കുമ്പോൾ തന്നെ കുറച്ച് കാലത്തേക്കെങ്കിലും അപ് ട്രെൻഡ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അപ് ട്രെൻഡ് അല്ല, നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ US ഡോളർ സ്ട്രെങ്തൻ ആവുകയും ഗോൾഡ് താഴോട്ട് പോവുകയുമാണ് എക്കണോമിക്കലി നടക്കേണ്ട കാര്യം. ഓക്കെ, അതേപോലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലെ ഷിപ്പുകൾ പോകുന്നതിന് എക്സ്കോർട്ട് പോവുക എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ UAE എക്സിറ്റ് ഫ്രം ഒപ്പെക്കിന്ന് UAE എക്സിറ്റഡ് ആയി. ഒപ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ നിന്ന് UAE എക്സിറ്റ് ആയി എന്നുള്ളൊരു പുതിയൊരു ന്യൂസൂടെ വന്നിട്ടുണ്ട്. അതും അൺസർട്ടനിറ്റിയാണ് അതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. സോ ബേസിക്കലി അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ എക്കണോമിക്സ് പ്രകാരം ഗോൾഡിൻ്റെ റേറ്റ് മുകളിലോട്ടാണ് പോകേണ്ടത്. സോ ഇതെല്ലാം ഞാൻ എക്കണോമിക്സ് ആണ് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ആവേണ്ടത്, പക്ഷേ ഇങ്ങനെ ആവും എന്ന് നിർബന്ധമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് ആവേണ്ടത്, കാരണം എന്താ പറയുക, എക്കണോമിക്സ് പ്രകാരം ഇങ്ങനെ നടക്കേണ്ടതാണ്, പക്ഷേ അങ്ങനെ നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലേ? ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ആക്ച്വലി നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. 4596 നിൽക്കുന്നു. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എന്താ പറയുക, പല ആൾക്കാരും എൻ്റെ അടുത്ത് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, കൊള്ളാവുന്ന ബ്രോക്കർ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നിങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ. നമുക്ക് കമ്പനി പ്രൊഫൈലൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻസ്, അതായത് $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 20% ബോണസും കമ്പനി തരുന്നുണ്ട്. NBA സ്പോൺസേഴ്സാണ്. അതേപോലെ തന്നെ UAE ടീമിനെ കഴിഞ്ഞ വർഷം വേൾഡ് കപ്പിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നല്ല രീതിയിലുള്ള എന്താ പറയുക യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ ആദ്യത്തെ $1000 100% ബോണസ് വരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സോ നിങ്ങൾക്ക് സ്റ്റാറിലോ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ത്രൂ ചെയ്യാവുന്നതാണ്. ലിങ്ക് ത്രൂ ചെയ്യുമ്പോൾ ലിങ്ക് ത്രൂ തന്നെ ചെയ്യുക, ആപ്പ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ്ലി എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ ഡയറക്റ്റ്ലി ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ
USD/JPYയിൽ പോകണു. ഗോൾഡിലോട്ട് പോവാം. 4597 നിൽക്കുന്നു ഗോൾഡ്. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമുക്ക് ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ 4550 to 4660 വരെയാണ് ഇന്നത്തെ റേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച താഴെ പോയപ്പോൾ 4561 വരെയൊക്കെയാണ് പോയത്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും താഴെ പോയത് 4510 വരെയൊക്കെ താഴെ പോയിട്ടുമുണ്ട് അല്ലേ. സോ ബേസിക്കലി നമുക്ക് 4650 അവിടെയൊക്കെ കിട്ടിയാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ് ആക്ച്വലി ടേക്ക് പ്രോഫിറ്റ് അവിടെ വെക്കണം എന്നുള്ളത്. ഓക്കെ, 4675 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ബൈ ചെയ്യുകയാണെങ്കിൽ 4550 റേഞ്ചിലോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഏതാണ് XAUSD ഗോൾഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നേരെ നമുക്ക് നമ്മുടെ ഈ GBP/USDയിലോട്ട് പോവാം. GBP/USD 1.3595 നിൽക്കുന്നു. സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3570 to 1.3650 വരെയൊക്കെയാണ് ഇന്നത്തെ റേഞ്ച് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് 1.3580 അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്യുന്നിട്ടുള്ള ആൾക്കാർ 1.3540 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, ഞാൻ സെൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് തൽക്കാലം പറയുന്നില്ല. ഇതാണ് എനിക്ക് ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. EUR/USD കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1734 നിൽക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.1600 to 1.1770 വരെയാണ് ഇന്നത്തെ റേഞ്ച് നിൽക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇന്ന് ഒരു ഫുൾ എന്താ പറയുക റീട്രേസ്മെൻറ്റ് ഉണ്ടായി 1.1780 1.1770 ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. കാരണം ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഒരു 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 ധൈര്യം എനിക്ക് പറയാനായിട്ടില്ല. ഓക്കെ, നേരെ നമ്മൾ USD/JPYയിലോട്ട് 156.8120 നിൽക്കുന്നു. ഇന്നലെ താഴെ വന്നപ്പോൾ മാർക്കറ്റ് വീണപ്പോൾ 155.50 വരെയൊക്കെയാണ് മാർക്കറ്റ് വന്നത്. ഓക്കെ, സോ എന്താ പറയുക ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 156.20 to 157.30 വരെയാണ് ഇന്നത്തെ റേഞ്ച്. നമുക്ക് 156.20 ഇട കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നമുക്ക് ബൈ ചെയ്യാം. 156 to 156.20 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അത് നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. കൂടുതൽ ആൾക്കാരിലോട്ട് ക്ലാസ്സസിൻ്റെ കാര്യം പറയുക. ഓക്കെ, എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനാണ് നമ്മൾ ആളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.